കേസ്ലെസ് ആണ്. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ രമേശ് നാരായണൻ സാറിന്റെയും ആശുഖരിയുടെയും ഒരു കേസ്. അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. എല്ലാവരും പറഞ്ഞ് തീരാറായി. ഞാനും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഇതുപോലെ സമാനമായ കുറച്ച് അനുഭവങ്ങൾ ഞാൻ തമിഴ് ഫിലിം ഇൻഡസ്ട്രി വേറെ ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടായി കാണും. പക്ഷെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ ഓർക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രാവശ്യം അല്ലു അർജുനെ സ്റ്റേജിലേക്ക് വിളിച്ച് നയൻതാരയ്ക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി വിളിച്ച് നയൻതാരയുടെ അവാർഡ് എടുത്ത് അല്ലു അർജുൻ്റെ കൊടുത്തിട്ട് നയൻതാരയ്ക്ക് കൊടുക്കാൻ പറയും. അപ്പം നയൻതാര ഇങ്ങനെ കയറി വന്നിട്ട് അല്ലു അർജുൻ്റെ ആ സാധനം മേടിച്ച് വിഘ്നേഷിനെ വിളിക്കും. അത് മേടിക്കുന്നത് വളരെ സിമ്പിളായത് ഇതുപോലെ രമേശ് നാരായണൻ സാറ് ആക്കി വലിയുടെ എന്നൊക്കെ മേടിച്ച് ഏകദേശം കൈൻഡ് ഓഫ് തിങ്സ് ചൂട്ടണ സംഭവം എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഡിഫറൻസ് ഒന്നുമില്ല. അല്ലു അർജുനെ കൊണ്ട് വിഘ്നേഷിന്റെ കൊടുത്തിരിക്കുന്നു. വിഘ്നേഷ് വന്നിട്ട് നയൻതാരയ്ക്ക് കൊടുക്കുന്നു. ഇവർ രണ്ടും വേടി വിട്ടിറങ്ങി പോകുന്നു. ഇവിടെ മൂഞ്ചസ്ഥായിട്ട് നിൽക്കുന്നത് നമ്മുടെ അല്ലു അർജുനാണ്. അന്നും ഇതുപോലെ ആസിഫ് അലിയുടെ ഫേസിൽ കണ്ട പോലത്തെ ഒരു തിരിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ഇൻസിഡന്റ് എന്റെ മനസ്സിൽ ഇതുപോലെ സമാനമല്ലെങ്കിലും ഒരു ഇൻസിഡന്റ് ഉള്ളത്, പണ്ട് വിജയ് അണ്ണൻ ഇതുപോലെ ബാക്ക് സീറ്റില് ഗേലറി ആക്കിയൊരു എന്തോ പാർട്ടി എന്തോ ഒരു സംഭവത്തിന് അവർ തമ്മിലൊരു ഗഡ്ബഡ് ഉണ്ടായിരുന്നു ആ ടൈമില്. അതിന്റെ ഭാഗമായിട്ട് വിജയ് അണ്ണൻ ഏറ്റവും ബാക്ക് സീറ്റിൽ ഇത് വിളിച്ചിട്ടായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ വിളിച്ചു. പക്ഷെ ഏറ്റവും ബാക്ക് സീറ്റിൽ എവിടെയാണ് വിജയ് അണ്ണൻ ഇരിക്കരുത്. ബാക്കി എല്ലാവരും ഫ്രണ്ടില് സെലിബ്രിറ്റികളെല്ലാം ഫ്രണ്ടിലിരിക്കുമ്പോൾ എവിടെയോ ഒരു സാധാരണക്കാരനെ പോലെ വിജയണ്ണൻ ബാക്കിലിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് വിക്രമോ അജിത്തോ ആരൊക്കെയാണ് കൂടെ പോയിരുന്നത്. അത് തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു സീനാണ്. ഞാൻ ഇതുപോലെ ഇത് സമാനമെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഏകദേശം എവിടെയൊക്കെ ഒരു സാമ്യതയുണ്ട്. ആൾക്കാരുടെ ഫേസിലുണ്ടായ ചിരിയും പുൻകിരിയും വിഷമവും എല്ലാം ഏകദേശം ഒന്നാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺക്ലൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഫെയിലിയർ ആള് മാപ്പ് പറയുകയും അത് അനുഭവിച്ച ആള് അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതെ ആ കാര്യം സോൾവ് ആയി. മറ്റു 2 കാര്യങ്ങളിൽ ഇതുപോലൊരു കൺക്ലൂഷൻ ഉണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇത് വീണ്ടും ഞാൻ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് മതത്തെ എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആസിഫ് അലിയുടെ മതം വേറൊന്നായതുകൊണ്ടും രമേശ് നാരായണൻ സാറിന്റെ മതം വേറൊന്നായതുകൊണ്ടും മതം ഇത് ആരുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാനും മതമാണ് റീസൺ എന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ നാണല്ലേ? നിങ്ങളൊക്കെ കുറച്ചുകൂടെ ബ്രെയിൻ വെച്ച് ആലോചിക്കുന്നു പോ. ഇതെന്തെങ്കിലും ലോജിക്കുള്ള കാര്യമാണോ? ഞാനിവിടെ വന്നിരുന്നത് എന്നോട് തന്നെ വന്ന് പറഞ്ഞു, ഞാൻ ഈ മുട്ടം കവർ ചെയ്ത് ഈ മാസ്ക് വെച്ചു. മാസ്ക് വെച്ചത് എന്നെ മാസ്ക് വെച്ചാൽ അത് കൂടുതൽ കാണാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചത്. ഈ മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ മുസ്ലിമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആളാണെന്നൊക്കെ പറയുന്നത് സിന്ധു ലോജിക്കാണോ ഇത്? പിന്നെ ഞാൻ പറയാണ്, രമേശ് നാരായണൻ സാറിനോട് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു മാപ്പ് പറയാൻ തയ്യാറായതിനും അതുപോലെ അവനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് നന്ദിയുണ്ട്. എനിക്കെന്നല്ല, മലയാളികൾക്കും നന്ദിയുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം നടന്നപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്ത പോലെയാണ്. ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്ത പോലെയാണ് മറ്റുള്ളവർക്കൊക്കെ ഫീൽ ചെയ്തത്. ചിലപ്പോൾ അദ്ദേഹത്തിന് ആ സമയം വരെ ഉണ്ടായ അദ്ദേഹത്തിനെ വിളിച്ചില്ല, സംഘാടകർ വിളിച്ചില്ല. വിളിച്ചപ്പം തന്നെ പേര് മാറിയാണ് വിളിച്ചത്, വേറാണ് വിളിച്ചത്. പിന്നെ സ്റ്റേജിലേക്ക് വിളിക്കാതിരുന്നതിനുള്ള കാരണങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. എന്തുകൊണ്ട് സ്റ്റേജ് വിളിച്ച അദ്ദേഹത്തെ പോലൊരു മഹാന് ഇത് കൊടുത്തില്ല എന്ന് ചോദിക്കുന്നത്. സ്റ്റേജിലേക്ക് വിളിക്കാതിരുന്നതിനുള്ള കാരണം ഇതിന്റെ സംഘാടകർ തന്നെ പറയുന്നത് അദ്ദേഹത്തിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് കൂടുതൽ നന്മ ചെയ്തതാണ്. ആ മൊമെന്റിലാണ് അവരാലോചിക്കുന്നത്, അയ്യോ ഇന്ന ആളെ വിളിച്ചില്ലല്ലോ, ഇതുപോലെ MTയുടെ പങ്ക് പറയുമ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പം തന്നെ തൊട്ടടുത്തിരുന്ന ആള് ആസിഫ് അലിയാണ്. ആസിഫ് അലിനെ വിളിച്ച് ഇത് കൊടുത്തു. അപ്പൊ അതിനകത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ ആസിഫ് അലി വലിയൊരാളാണ്. അതുപോലെ തന്നെയാണ് സംഘാടകരുടെ മനസ്സിലും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ട് നമുക്ക് ആസിഫ് അലിയെ കുറെ കൂടെ നന്നായിട്ടറിയാം. എന്നോടോ കൂടുതൽ ജനസമ്മതനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു സിനിമ നടനായതുകൊണ്ട് വല്ലകയില കൂടുതൽ സമയം സ്ക്രീനിൽ നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ് കുറച്ചുകൂടെ സുപരിചിതമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടെ നമുക്കറിയാവുന്ന ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഇദ്ദേഹത്തിന് ഇത് നൽകുന്ന സമയത്ത് ഇദ്ദേഹം പെട്ടെന്ന് അതൊന്നും പോരാ എന്നുള്ള മട്ടിൽ പെട്ടെന്ന് ചിലപ്പോൾ ആ റിയാക്ഷൻ അദ്ദേഹത്തിന് വിഷമത്തിനുണ്ടായതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ആ സമയത്ത് കാണിച്ചത് വല്ലാത്തൊരു ഹ്യൂമിലിയേഷൻ പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ അവിടെ ആ സ്ഥാപനത്തെ അദ്ദേഹം മാറ്റുകയും ഈ ക്ഷമ പറയുന്നത് കൊണ്ട് ഉണ്ടായ നേട്ടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഭവം അതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആക്കി തീർക്കുകയും, അതായത് ആരും ചെറിയവരല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരാൻ രമേശ് നാരായണൻ സാറിന് കഴിഞ്ഞു.
അദ്ദേഹം ബലീനനാകുകയും ചെയ്യുന്നു ഈ ക്ഷമാപണത്തിലൂടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ.